ഹലോ, ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു ഈസി ആയിട്ടുള്ള അതേപോലെ നല്ല കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതുണ്ടാക്കാൻ സിമ്പിളാണ്. ഇപ്പോൾ ഇതിനുണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് റസ്ക്കും അതേപോലെ കടലമുട്ടായും 1/2 ലിറ്റർ പാലുമാണ് വേണ്ടത്. ഈ ഒരളവിലാണ് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു മിക്സി ജാറെടുത്ത് അതിലോട്ട് കടലമുട്ടായി ഇട്ട് കൊടുത്ത് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കണം. നന്നായി ഫൈനായിട്ട് പൊടിയണ്ട, തരിതരിപ്പോട് കൂടി ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ എൻ്റെ സൗണ്ടിന് ചെറിയൊരു മാറ്റമുണ്ട്, അത് കുറച്ച് ചുമയൊക്കെ ഉള്ളത് കാരണമാണ്. അപ്പോൾ അതൊന്ന് ക്ഷമിക്കാം കേട്ടോ. ഇതൊന്ന് പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു ടൈപ്പിൽ വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കൊരു പാത്രം അടുപ്പിലോട്ട് വെച്ച് അതിലോട്ട് 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുക. അതിലോട്ട് 1/2 കപ്പ് വെള്ളം ഒഴിക്കുക. പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ഏലക്കായ ചതച്ചതും കൂടെ ഇട്ട് കൊടുത്ത് ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതിവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. നമ്മൾ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വേറൊരു പാൻ വെച്ച് അടുപ്പിലോട്ട് വെച്ച് അതിലോട്ട് 1/2 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു പുഡിംഗ് ഉണ്ടാക്കുന്നത് 1/2 ലിറ്റർ പാലിൻ്റെ അളവിനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അളവ് കൂട്ടുന്നതിനനുസരിച്ച് പാലും അതിൻ്റെ ഡബിൾ ഇൻഗ്രീഡിയൻസൊക്കെ ഡബിളാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കണ്ടൻസ്ഡ് മിൽക്കാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നിങ്ങളടുത്ത് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പോളം കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ 2 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പുഡിങ്ങിന് അത്യാവശ്യം നല്ലൊരു മധുരമുണ്ട്. അപ്പോൾ നിങ്ങളെ മധുരത്തിനനുസരിച്ച് അതും നിങ്ങൾക്ക് മാറ്റുകയൊക്കെ ചെയ്യാം കേട്ടോ. ഈ ഒരു സമയത്ത് നോക്കിയാൽ മനസ്സിലാവും മധുരമൊക്കെ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കസ്റ്റാർഡ് പൗഡറാണ്. അപ്പോൾ ഞാൻ 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കസ്റ്റാർഡ് പൗഡർ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ കോൺഫ്ലോർ ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി കേട്ടോ. അപ്പോൾ കസ്റ്റാർഡ് ആണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിലോട്ട് ഒരു 5 ടേബിൾ സ്പൂണോളം പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം, ഒട്ടും കട്ടയില്ലാതെ. പിന്നെ ഇതിലോട്ട് 2 ടേബിൾ സ്പൂണോളം പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതും നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചൂടായ പാലിലോട്ട് ഈ ഒരു മിക്സ് ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കൈ വെക്കാതെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ കസ്റ്റാർഡ് പൗഡർ ഇട്ട പെട്ടെന്ന് തന്നെ നമുക്ക് ഇതൊന്ന് പാല് തിക്കായിട്ട് വരും. പെട്ടെന്നാകാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിൽ ഇടരുത്, അപ്പോൾ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എനിക്കിതിൽ അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കൈവെക്കാതെ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് തിക്കായിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യുക. ഇനി നമുക്കൊരു പുഡിംഗ് ട്രേ എടുത്ത് അതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന റസ്ക് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. എല്ലാ ഭാഗത്തും റസ്ക് വെച്ചതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പ് ഈ റസ്കിൽ മൊത്തമായിട്ടൊന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഷുഗർ സിറപ്പ് മൊത്തമായിട്ട് തന്നെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് നമ്മൾ കസ്റ്റാർഡിൻ്റെ മിക്സ് അതൊന്ന് മേലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. റസ്ക് മൊത്തമായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കംപ്ലീറ്റ് കവറായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന കടല മുട്ടായി പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാ ഭാഗത്തും നന്നായിട്ട് തന്നെ ഒന്ന് ഇട്ട് കൊടുക്കാം. അത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും നമ്മൾ കസ്റ്റാർഡിൻ്റെ മിക്സ് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും നമ്മൾ കടല മിഠായി പൊടിച്ചതും കൂടെ ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തും ഇതൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു കടല മിഠായിൻ്റെ അതും നമ്മളെ കസ്റ്റാർഡിൻ്റെ മിക്സും കൂടെ രണ്ടും കൂടെ ചേർന്ന് നോക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ കംപ്ലീറ്റ് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് കടല മിഠായി പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഡെക്കറേഷനൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് ചെറീസൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു മാക്സിമം ഒരു 5 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ അതിന് ശേഷം ഞാനിപ്പോൾ എടുത്തിട്ടുള്ളതാണിത്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ നമ്മൾ സ്പൂൺ കൊണ്ട് കഴിക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ഇത് മാക്സിമം ഒരു 4 മണിക്കൂറിൻ്റെ അടുത്ത് വെച്ചിട്ടുള്ളൂ. ശരിക്കും ഒന്നും സെറ്റായിട്ടില്ല. അപ്പോൾ രാത്രിയൊക്കെ ഉണ്ടാക്കിയിട്ട് രാവിലെ എടുക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ സെറ്റായി വരും.
അപ്പോൾ ഈ ഒരു ഈസി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഈ ഒരു പുഡിങ് നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്, ഞാൻ വെറുതെ പറയുകയല്ല, നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പുഡിങ് തന്നെയാണിത്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് കമൻ്റ് അറിയിക്കുക. അതേപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. അപ്പോൾ അതേപോലെയുള്ള ഈസി ആയിട്ടുള്ള കുറേ പുഡിങ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മുന്നേ. അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയിട്ട് കാണുക ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാം സക്സസ് ആയിട്ടുള്ള പുഡിങ് തന്നെയാണ്. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്